ആ ഭാരതപ്പുഴയിൽ നിന്ന് അവിടെ നിന്നുള്ള കാറ്റ് നേരെ അതിന് മുകളിലേക്ക് വരും. അത് നല്ല രസം. നമ്മൾ ചിക്കൻ ചുടുന്നത് പ്രമാണിച്ചിട്ട് വിദേശത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതേ വിമാനത്തിൽ. അപ്പോൾ ഗൈസ് ഇന്നൊരു ചിക്കൻ ചുടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ചിക്കൻ ചുടാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇന്നേ വരെ ചുട്ടില്ല, ഇപ്പോഴാണ് ചുടുന്നത്. 2018 അപ്പോഴായിരുന്നു കൊറോണ, 20 ആ സമയത്ത്. ഇപ്പം ഒന്ന് ചുടാൻ പോണ്. അപ്പോൾ ഒരു ചിക്കനെ രാവിലെ വാങ്ങിയത് ഒരു പകുതി നമ്മളെ ക്യാമറമാൻ ഉച്ചയ്ക്ക് പൊരിച്ചു തന്നു. 2 കഷ്ണം ഉണ്ട്, 2 കഷ്ണം നമ്മൾ ചൂടാൻ പോകാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ടു CG Sugar. നമ്മൾ അടിയിൽ മണ്ണ്, ടെറസിലേക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ മണ്ണിട്ടുണ്ട്. അതിന് മുകളിൽ 2 ലെയർ ഇഷ്ടിക വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരി ഇടാം. നമ്മൾ ഇനി ഗംഭീരമായിട്ടൊരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബ്രദേഴ്സിനൊക്കെ വിളിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ ട്രയൽ റണ്ണാണ് കേട്ടോ. ഇപ്പോൾ ടെസ്റ്റ് ഡോസാണ്. ഇത് മതിയാവും, കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. കർപ്പൂരം വെച്ചിരിക്കട്ടോ നമ്മള്. കർപ്പൂരം കൊണ്ടാണ് നമ്മൾ കത്തിക്കണേ. നല്ല കാറ്റാണ്, അതുകൊണ്ട് വീശേണ്ട ആവശ്യമില്ല. ഇവിടെ പാലക്കാടൻ കാറ്റാണ്, പാലക്കാടൻ കാറ്റ്. ടെറസിന്റെ മുകളിൽ നല്ല വൈബാണ് കേട്ടോ. നല്ല കാറ്റ്. നേരെ അപ്പുറത്ത് ഭാരതപ്പുഴയാണ്. ആ ഭാരതപ്പുഴയിൽ നിന്ന് അവിടെ നിന്നുള്ള കാറ്റ് നേരെ അതിന് മുകളിലേക്ക് വരും. അത് നല്ല രസം. അപ്പം ഇനി നമുക്കിത് കനലായതിനു ശേഷം വേണം നമുക്ക് ചിക്കൻ ഒക്കെ സോയിന് വെക്കാനായിട്ട്. നമ്മളെ ഗ്രില്ലിൻ്റെ ഇതൊക്കെ പിടിയൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ ചിക്കൻ അടുപ്പിൽ കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് ആവാൻ. ലേശ ഹൈറ്റ് കൂട്ടി, തീ ഒരുപാട് ഓവറാന്ന് തോന്നിയപ്പം ലേശ ഹൈറ്റ് കൂട്ടില്ല. അതിൻ്റെ കഷ്ണം കൂടെ വെച്ചിട്ട് വെളുത്തുള്ളി ഉണ്ട്, അങ്ങനെ ഇതായിട്ടില്ല. വെളുത്തുള്ളി നമ്മളിനി തിരിച്ചു വെക്കാം കേട്ടോ. നമ്മൾ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ വെച്ചാൽ ഇങ്ങനെ ഒരു ഫ്രൈ ആയിരിക്കും. അതിനാണ് നമ്മൾ ബട്ടർ ഇട്ടത്. ബട്ടറിൽ വേണം വേവാനായിട്ട്. നമ്മളില്ലേ കൂടുതൽ മസാല ഒന്നും ഇട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബ്രെഡ്, ഉപ്പ്, വേറെ ഒന്നും ഇട്ടില്ല. ഈ ബട്ടർ കൊണ്ട് ഉരുക്കി എന്ത് അവനങ്ങ് സെറ്റാണ്. തുടങ്ങിട്ടാ
നമ്മൾ തിരിച്ചു വെച്ചതിന് ശേഷം വീട്ടിൽ പറഞ്ഞു. പൊളിച്ച് നമ്മൾ ചിക്കൻ ചുടുന്നത് പ്രമാണിച്ചിട്ട് വിദേശത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അതേ വിമാനത്തിൽ. അടുത്തായി ടെസ്റ്റിംഗ്. നല്ല ഇതായിട്ടുണ്ട്, അതായത് ഒരുപാട് ഹാർഡായിട്ടില്ല. ആക്ച്വലി ഇത് മറ്റേ കുറച്ച് മുറുക്കുള്ള പീസ്, എന്തായാലും പറയാം ചെസ്റ്റ് പീസാണ്. എന്നാലും ശരിക്കും മയോണൈസും കാര്യങ്ങളൊക്കെ വേണ്ടോ, കാര്യങ്ങളൊന്നും പാകില്ലാതെ. സായാഹ്നത്തിൽ ചിക്കൻ ചുട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ബന്ധമുണ്ട്. ഇനി താഴെ പോയി മയോണൈസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്താണ്. ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ. സൂപ്പർ. തിന്നവർ തന്നെ വീണ്ടും വീണ്ടും തിന്നും. ഇനി ക്യാമറമാൻ വീഡിയോ വരുന്നില്ല എന്ന് പറഞ്ഞു. ക്യാമറമാന് കുഴപ്പമില്ല, സൂപ്പർ. ഇതിപ്പോ മയോണൈസ് ഉണ്ടാക്കി തിന്നാണെന്നുള്ളത് ഇപ്പം അത്ര ദൈവം. ഞാൻ വിചാരിച്ചാലും സൂപ്പർ ആയിട്ട് നമ്മൾ കൂടുതൽ മസാല ഇട്ടില്ല, അത്ര തന്നെ ഇട്ടുള്ളൂ. നമ്മൾ ശരിക്കും ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. നമ്മളൊരു പാർട്ടി വെക്കാൻ പോകുന്നുണ്ട്. നമ്മളെ ബ്രദേഴ്സിനെയും ഫാമിലിയൊക്കെ വിളിച്ചിട്ട് വലിയൊരു പരിപാടി. അതിൽ ഇവിടെ മട്ടനും ചിക്കനൊക്കെ ചൂടുണ്ട്, വലിയൊരു പാർട്ടി. അപ്പോൾ അതിന് നമുക്കൊരു ടെസ്റ്റ് ഹൗസ് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ കുറേ കാലം നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് വ്ളോഗ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.